കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളിൽ വലിയൊരു ശതമാനവും PWD റോഡല്ല. അതാണ് ഒരു പ്രയാസം. വിവിധ വകുപ്പുകളുടെ റോഡുകളാണ്. പക്ഷെ എന്നാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾക്ക് ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. മൂന്നാർ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 6-7 വർഷം മുമ്പ് മൂന്നാറിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന റോഡും ഇന്നത്തെ റോഡും തമ്മിലുള്ള വ്യത്യാസം അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ പലരും. പക്ഷെ അത് അത്രത്തോളം പ്രചരണം വന്നില്ല. പിന്നെ അരിക്കൊമ്പനാണ് സഹായിച്ചത്. അരിക്കൊമ്പൻ ആ റോഡിലൂടെ കൊണ്ടുപോയപ്പോൾ വലിയ സഹായം അരിക്കൊമ്പൻ ചെയ്തു. അതോടുകൂടിയാണ് ആ റോഡുകൾ, മൂന്നാറിലെ റോഡുകൾ കൂടുതൽ പ്രസിദ്ധമായത്. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആക്സസിബിലിറ്റി പ്രധാനമാണ്. മലബാറിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള സഞ്ചാരികളുടെ പെർസെൻറ്റേജ് വെറും 6 മാത്രമായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന പരിമിതിയുടെ കാരണം റോഡുകളില്ലാത്തതാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലാതിർത്തിയായ രാമനാട്ടുകരയിൽ നിന്നും 75-80 കിലോമീറ്റർ മലപ്പുറം കടന്ന് തൃശ്ശൂരിലെത്താൻ 1.5 മണിക്കൂർ മതി. നേരത്തെ ഒരു 4 മണിക്കൂർ വേണമായിരുന്നു. റോഡുകളിൽ മാറ്റം വന്നു, റോഡുകൾ വരുന്നു.